എന്താ നായക്കുട്ടാ കുരച്ചത്? എന്തെങ്കിലും കണ്ടോ? താറാക്കുട്ടനെ പിടിക്കാൻ വേണ്ടി ഒരു കുറുക്കൻ ഇവിടേക്ക് പതുങ്ങി വരുന്നത് ഞാൻ കണ്ടു. അയ്യോ, എന്നിട്ട് കുറുക്കൻ എവിടെ? ഇവിടേക്ക് വരുന്നത് ഞാൻ കണ്ടതാ, പക്ഷെ ഇപ്പൊ കാണുന്നില്ല. അവൻ എവിടെയോ ഒളിച്ചു. നായക്കുട്ടൻ വല്ല സ്വപ്നവും കണ്ടതാവും. ഇന്നലെ ഞാനും നല്ലൊരു സ്വപ്നത്തിലായിരുന്നു. ഞങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും താറാവ് കണ്ട സ്വപ്നം എന്താന്ന് പറ, വെറുതെ കേൾക്കാമല്ലോ. പറയാം. ഞാൻ അങ്ങനെ ഈ മുറ്റത്ത് നിങ്ങളോടൊപ്പം കളിക്കുകയായിരുന്നു. പെട്ടെന്നൊരു ദേവത എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറയുകയാണ്, താറാക്കുട്ടി, ഇന്നു മുതൽ നിനക്ക് ഓരോ സ്വർണ്ണമുട്ട ഇടുവാനുള്ള വരം ഞാൻ തരികയാണ്. അമ്പോ, ഇതെന്തൊരു സ്വപ്നം! ഇത് സത്യമാണോ? അതെ. ഇത്രയും പറഞ്ഞപ്പോഴേക്കും ഈ നായക്കുട്ടൻ കുരച്ചു. ഞാൻ കണ്ണുറന്നു. ഹോ, ഈ നായക്കുട്ടന് കുരയ്ക്കാൻ കണ്ടൊരു നേരം. താറാവേ, വേഗം കണ്ണടച്ചൊന്നും കൂടെ ഉറങ്ങിക്കോ. ദേവത വീണ്ടും വന്നാലോ? ആ ദേവതയോട് പറഞ്ഞ് എനിക്കും കൂടി എന്തെങ്കിലും വരം വാങ്ങി തരണം. ഇതൊക്കെ വെറും തോന്നലാണ്. ഇതുവരെ ഒരു സാധാരണ മുട്ട പോലും ഇടാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ, പിന്നെയാ സ്വർണ്ണമുട്ട. എന്റെ ദേവതേ, ഒരിക്കൽ കൂടി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടണേ. ആ, 3 പേര് മുറ്റത്ത് തന്നെ ഉണ്ടല്ലോ. ഒരു പ്രയോജനവുമില്ലാതെ 3 എണ്ണത്തിനെയും വെറുതെ വളർത്തുന്നതാണെന്ന് അച്ഛൻ പറഞ്ഞ എത്ര ശരിയാ. എല്ലാ വീട്ടിലും നായ്ക്കളുണ്ട്, നല്ല പുലിക്കുട്ടിയെപ്പോലെ മിടുക്കന്മാരായ നായ്ക്കുട്ടികൾ. പക്ഷെ ഇവിടെ ഒരെണ്ണമുണ്ട്, ചുമ്മാ തീറ്റയും ഉറക്കവും മാത്രം. ഓഹോ, അപ്പൊ എന്റെ കുരയൊന്നും നീ കേൾക്കുന്നില്ലേ? അവിടെ ഒരു പൂച്ചയുണ്ട്. ഇതുവരെ ഒരു എലിയെപ്പോലും പിടിച്ച് ഞാൻ കണ്ടിട്ടില്ല. എലികൾക്കൊക്കെ എലിപ്പനി ഉള്ളത് കാരണം പൂച്ചകളൊന്നും ഇപ്പൊ എലിയെ പിടിക്കാറില്ലെന്ന് നിനക്ക് അറിയില്ലേ? പിന്നെ മുട്ടയിടാൻ വാങ്ങിയ താറാവാണെങ്കിൽ ഇതുവരെ ഒരു മുട്ട പോലും ഇട്ടിട്ടില്ല. താറാവ് ദേവതയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഈ കുട്ടിയോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട നായക്കുട്ടാ. തീറ്റ കൊടുക്കാൻ മുതലാകാത്തതുകൊണ്ട് നായക്കുട്ടനെയും പൂച്ചയെയും അച്ഛൻ വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അയ്യോ, അവൻ പറഞ്ഞത് കേട്ടില്ലേ പൂച്ചക്കുട്ട? കേട്ടു. എന്നെ ഈ ലോകത്ത് എവിടെ കൊണ്ടുപോയി വിട്ടാലും ഞാനിവിടെ തന്നെ തിരിച്ചു വരും. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. പക്ഷേ നിന്റെ കാര്യമാ കഷ്ടത്തിലാവുന്നത്. അയ്യോ, പിന്നെ ഈ താറാവിനെ അടുത്ത ദിവസം കറി വെച്ച് കൂട്ടാനും നമ്മൾ തീരുമാനിച്ചു. എന്തായാലും നമ്മുടെ 3 പേരുടെയും കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇതൊന്നും അറിയാതെ താറാവ് ഇപ്പോഴും സ്വപ്നത്തിലാണെന്ന് തോന്നുന്നു. ഈ താറാവിന് എന്ത് പറ്റി? ഇതെന്താ ഇങ്ങനെ അനക്കമില്ലാതിരിക്കുന്നത്? ബാ 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 ബാ, ഇതിന് ജീവനില്ലേ? ഇത് മുട്ട ഇട്ടോ? ആ, കൊള്ളാലോ. ആ, ഇതെന്താ സ്വർണ്ണമുട്ട? ഓ, എന്തൊരു തിളക്കം! താറാവിന് ശരിക്കും ദൈവം വരം കൊടുത്തായിരുന്നല്ലേ? അമ്മേ, അച്ഛാ, ഓടിവാ, നമ്മളെ താറാവ് സ്വർണ്ണമുട്ട ഇട്ടേ. ഹലോ, 60916 സ്വർണ്ണമുട്ട അങ്ങോട്ട് തരുമ്പോ പകരം 1 ഏക്കർ മുന്തിരിത്തോട്ടവും ബംഗ്ലാവും ഇങ്ങോട്ട് തരണം. എന്താ, സമ്മതമല്ലേ? ഓഹോ, ശരി. എന്നാ പിന്നെ ആലോചിച്ചിട്ട് പിന്നീട് വിളിച്ചോളൂ. എന്തായാലും സ്വർണ്ണം മുട്ടയിടുന്ന താറാവിനെ കിട്ടിയത് നമ്മുടെ ഭാഗ്യം. മുട്ടയിടില്ല എന്ന് പറഞ്ഞ് അന്ന് അതിനെ കറി വെച്ച് തിന്നായിരുന്നെങ്കിൽ ഇന്നിങ്ങനെയൊക്കെ അനുഭവിക്കാൻ പറ്റുമായിരുന്നോ? ധാരാളം സ്വത്തുക്കൾ സമ്പാദിക്കാൻ ഇന്ന് നമുക്ക് കഴിഞ്ഞില്ലേ? ഇതെല്ലാം ആ താറാവ് വഴി നമുക്കുണ്ടായ ഭാഗ്യമാണ്. അതെ, ഞാൻ എത്ര ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടാത്ത കാര്യവും അത് തന്നെ. ഇതിനു മാത്രം സ്വർണ്ണമുട്ട ആ താറാവിന്റെ വയറ്റിനകത്ത് എങ്ങനെ വന്നു? അതൊന്നും ആലോചിച്ച് വെറുതെ സമയം കളയണ്ട. താറാവ് തരുന്ന സ്വർണ്ണമുട്ടകൾ കച്ചവടമാക്കി കോടികൾ സമ്പാദിച്ചാ പോരെ മനുഷ്യ. അങ്ങനെ ഇന്നും ഞാനൊരു സ്വർണ്ണമുട്ട ഇട്ട് കൊടുത്തു. താറാവേ, കുറെ നാളായി നിന്നോടൊരു കാര്യം പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണാവോ? നമ്മുടെ യജമാനൻ ഭയങ്കര അത്യാഗ്രഹിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എത്ര പണം കിട്ടിയാലും അയാൾക്ക് മതിയാവുന്നില്ല. അതുകൊണ്ട് താറാവ് വല്ലപ്പോഴും ഒരു സ്വർണ്ണമുട്ടായിട്ട് കൊടുക്കുന്നതാവും നല്ലത്. നമ്മുടെ യജമാനൻ ഉള്ളത് കൊണ്ടാണ് ഞാനും നീക്ക് സുഖമായി കഴിയുന്നത്. ആ നല്ല മനുഷ്യനെ അത്യാഗ്രഹി എന്ന് വിളിച്ച നീ ഒരു നന്ദി കെട്ടാനാണ്. ആണോ?
എന്നാലും ഞാനൊരു സത്യം പറയട്ടെ, പറഞ്ഞോ. താറാവിനെ വല്ല കള്ളന്മാരും കൊണ്ടുപോകുമെന്ന് അവർക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് താറാവിനെ കൊന്ന് താറാവിൻ്റെ വയലുള്ള മുഴുവൻ മുട്ടയും എടുക്കാനാണ് അവരുടെ പരിപാടി. അയ്യോ, നീ എന്തൊക്കെയാണ് പൂച്ചക്കുട്ടായി പറയുന്നത്? ഇതേക്കുറിച്ച് അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. നീ ശരിക്കും കേട്ടതാണോ പൂച്ചക്കുട്ട? സത്യം, ഞാൻ എൻ്റെ ഈ കാതുകൾ കൊണ്ട് കേട്ടതാണ്. വെറും പാവപ്പെട്ടവരായിരുന്ന ഈ വീട്ടുകാർ പണക്കാരായത് ഞാൻ നൽകിയ മുട്ട വിറ്റാണ്. അതുകൊണ്ട് നിങ്ങളെ രണ്ടുപേരെയും കൊന്നാലും എന്നെ ഒരിക്കലും അവർ കൊല്ലില്ല. ഞാനിത് വിശ്വസിക്കില്ല. ആയിക്കോട്ടെ, അവിശ്വാസികൾ അനുഭവം കൊണ്ടേ പഠിക്കൂ. ആ, ആദ്യം കഴുത്ത് മുറിക്കണം, പിന്നെ വയറ് കീറി സ്വർണ്ണമുട്ട എല്ലാം ഇങ്ങ് എടുക്കാം. അയ്യോ അയ്യോ, എന്നെ കൊല്ലല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ. പൂച്ചക്കുട്ട, നായക്കുട്ട, എന്നെ രക്ഷിക്കണേ. അയ്യോ അയ്യോ. പൂച്ചക്കുട്ടൻ പറഞ്ഞത് അനുസരിക്കാത്തത് കൊണ്ടാണ് താറാവിന് ഇങ്ങനെ സംഭവിച്ചത്. അത്യാഗ്രഹികളോടുള്ള സഹവാസം ആപത്താണ്. അതുകൊണ്ട് എത്രയും വേഗം നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം.